നവംബർ 25-നായിരുന്നു ഷിയാസും ദീർഘകാല സുഹൃത്ത് ദർഫയുമായുള്ള വിവാഹം നടന്നത്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ പെണ്ണു കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ. അന്ന് പക്ഷേ ദർഫയ്ക്ക് പ്രായം കുറവായിരുന്നു. പിന്നീട് ഇരുവരും നല്ല കൂട്ടുകാരായി തുടർന്നിരുന്നു. തീർത്തും സ്വകാര്യമായിട്ടായിരുന്നു ഇരുവരും വിവാഹ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് മാത്രമായിരുന്നു ഇക്കാര്യം പരസ്യപ്പെടുത്തിയത്. കാരണം തങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ വിവാഹം മുൻപ് മുടങ്ങിപ്പോയിട്ടുള്ളതിനാൽ വിവാഹത്തിന് മുൻപ് മാത്രം എല്ലാവരെയും അറിയിക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇരുവരും. വളരെ ഗംഭീരമായിട്ടാണ് വിവാഹം നടന്നത്. വിവാഹശേഷമുള്ള സത്കാരങ്ങളും ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ടാണ് ഷിയാസ് കരീം പ്രിയതമയ്ക്കായി ഒരുക്കിയത്. മാത്രമല്ല വിവാഹ വേദിയിൽ വെച്ച് തന്നെ പ്രിയതമയുടെ പിറന്നാളും ഷിയാസ് ഗംഭീരമായി ആഘോഷിച്ചിരുന്നു. ഇതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിക്ക് ഷിയാസും ഭാര്യയും കൂടി എത്തിയപ്പോഴുള്ള വീഡിയോയാണ് വൈറലാകുന്നത്. ഒരു കടയുടെ ഉദ്ഘാടനത്തിനാണ് ഷിയാസും ഭാര്യയും എത്തിയത്. വീട്ടിലിരുത്താനല്ല തന്റെ ഭാര്യയെ വിവാഹം കഴിച്ചതെന്നും ഞാൻ എവിടെ പോയാലും അവളെയും കൂടെ കൊണ്ടുപോകും, അതാണ് എനിക്ക് സന്തോഷമെന്നും ഷിയാസ് മാധ്യമങ്ങളോട് ഈ വേളയിൽ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല ഉടൻ തന്നെ ദർഭ അബുദാബിയിലേക്ക് തിരിച്ചു പോകുമെന്നും ഉള്ള സമയത്ത് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യട്ടെ എന്ന് കരുതിയെന്നും ഷിയാസ് പറഞ്ഞിരുന്നു. ഈ വീഡിയോ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു. ഇപ്പോഴിതാ ഒരു ലോഡ് സാധനങ്ങൾ ദർഫയ്ക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്ന ഷിയാസിനെയാണ് വീഡിയോയിൽ കാണുന്നത്. മാത്രമല്ല ഒരു നെക്ലസ് എടുത്ത് ദർഫയുടെ കഴുത്തിൽ വെച്ച് നോക്കുന്ന ഷിയാസിനെയും വീഡിയോയിൽ കാണാം. ഭാര്യയ്ക്ക് മാത്രമല്ല ഉമ്മയ്ക്കും ഷിയാസ് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന മീഡിയക്കാരോട് ചേട്ടാ ആവശ്യമില്ലാത്ത ക്യാപ്ഷൻ ഒന്നും എഴുതി വിട്ടേക്കരുത് എന്നാണ് ദർഫ പറയുന്നത്. മുൻപ് ഷിയാസിന്റെ ഒരു വിവാഹം മുടങ്ങിപ്പോയിരുന്നു. ഡോക്ടറായിരുന്ന രഹനയുമായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഷിയാസിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ ഷിയാസിന്റെ വിവാഹം മുടങ്ങിപ്പോകുകയായിരുന്നു. ഒരു യുവതി ഷിയാസിന് എതിരെ ഉന്നയിച്ച പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ ഈ വിവാഹം മുടങ്ങുകയായിരുന്നു. മാത്രമല്ല ഇതിന്റെ പേരിൽ ഷിയാസ് നിരവധി ആരോപണങ്ങൾ ഏറ്റുവാങ്ങുകയും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരെയും ഉണ്ടായി. ആ സമയത്തൊക്കെ ഷിയാസിന് തുണയായി നിന്നത് ദർഫയായിരുന്നു. ആ ബന്ധമാണ് ഇരുവരെയും വിവാഹത്തിലേക്ക് എത്തിച്ചത്.